ഏകദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാവാം എന്താണെന്നുള്ളത്. ഒരു ഉണ്ണിയപ്പാണ്. ഉണ്ണിയപ്പം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് വേറെ ഒന്നും കൊണ്ടല്ല, മാങ്ങ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കിയത് കേട്ടോ. മാങ്ങ കൊണ്ട് ഒരു കിഡിലെ ഉണ്ണിയപ്പം, അതും ഞൊടിയിടയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാവരും കണ്ടു നോക്കി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലാണ് ഇത് എത്രത്തോളം ടേസ്റ്റി ആണ്, എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 2 മാങ്ങ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു മാങ്ങ നമുക്ക് ആവശ്യമുള്ളൂ, ഒരെണ്ണം ഞാൻ വെറുതെ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഒരൊറ്റ മാങ്ങ മതി നമുക്ക്. അത്യാവശ്യം നല്ല പഴുത്തൊരു മാങ്ങ, പുറമേന്ന് പഴുപ്പ് തോന്നിയില്ലെങ്കിൽ ഉള്ളിൽ നല്ല പഴുപ്പുള്ളൊരു മാങ്ങ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ മാങ്ങ എടുത്തപ്പോ ജസ്റ്റ് ഒന്ന് പൂളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. തൊലി മുഴുവൻ അരിഞ്ഞു കളയാണ്ട് ഞാൻ പൂളിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഉള്ളില് ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് എടുക്കുക ചെയ്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. തൊലിയൊക്കെ നന്നായി എല്ലാം കളഞ്ഞ ശേഷം പൂളി എടുത്താലും മതി കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. ഇത് തൊലി കളയാൻ നിൽക്കുമ്പോ ഇത് ഫുള്ള് ഇങ്ങനെ എന്താ പറയാ കൊഴാന്നാവും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കണത്. എന്നിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയൊരു ജാറിലേക്കാണ് കേട്ടോ ഇത് ഞാൻ ഇടുന്നത്. അപ്പൊ ഒരു മാങ്ങ മൊത്തത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതായത് 2 വശത്ത് ഇങ്ങനെ പൂളി എടുത്തേക്കണം, അത്ര തന്നെ ഉള്ളൂ എടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് മുഴുവനും ആ ഒരു അണ്ടിയുടെ പുറത്തുള്ള ഫുള്ള് അങ്ങനെ എല്ലാം എടുത്തത്. 2 ഭാഗം ഒരു മാങ്ങയുടെ മൊത്തത്തിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരു ഭാഗം അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഒരു മാങ്ങ ഫുൾ തന്നെ എടുക്കാം. പക്ഷെ ഞാൻ ഇത്രയും എനിക്ക് വേണു, കാരണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മാങ്ങ ആയതുകൊണ്ട് ഒരുപാട് മാങ്ങ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ എന്റെ വായിലോട്ടായിരുന്നു പോകണ്ടായിരുന്നത്, അതൊരു കാര്യം. അപ്പൊ തികഞ്ഞില്ല എന്ന് വേണം എനിക്ക് പറയാനായിട്ട് കേട്ടോ. അപ്പൊ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് കറക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ കറക്കി എടുത്തത് അപ്പൊ ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ്, 1 സ്പൂൺ നെയ്യാണ് ഇട്ടേക്കുന്നത്. അപ്പൊ അതിലേക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ബൗള് തേങ്ങ ചരിവിയതാണ്. തേങ്ങാക്കൊത്ത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുത്ത് ഇത് മാറ്റി വെക്കാണ് വേണ്ടത് കേട്ടോ. അപ്പൊ എങ്ങനെ നെയ്യ് ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടോളോ. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയും 1/2 ഗ്ലാസ് മൈദപ്പൊടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ എന്റെ കൈയളവിലാണ് ഞാൻ ഉപ്പിട്ടത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ചതില്. ഇനി ഇതിൽ പ്രധാന ഘടകമായ മാമ്പഴം അരച്ചതാണ് ഇടേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഏലക്കാപ്പൊടിയും പൊടിച്ചത് ഉള്ളത് ഇടണം കേട്ടോ. ഏലക്ക പൊടിയല്ല, ഏലക്ക. അപ്പൊ ഞാനത് ഏലക്ക പൊടിയായി ഇട്ടിട്ട് അത് 2 കൂടി ചതച്ചിട്ട് പൊടിയാക്കിയതും കൂടി ഇതിൽ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു നെയ്യ് ഇട്ടോളോ. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ തേങ്ങ ഉണ്ടല്ലോ, അതൊന്ന് ഇതിലിടണം. പിന്നെ 1 സ്പൂൺ എള്ളിടണം കേട്ടോ. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശർക്കരപ്പാനിയാണ്. ഇത് 4-5 കട്ട ശർക്കരയാണ്. ചെറിയ ശർക്കര ഇതുകൊണ്ടാണ്, കട്ട ചെയ്തുകൊണ്ടാണ് 4-5 ഇട്ടത്. വലുതാണെങ്കിൽ 3 മതി കേട്ടോ. എന്നിട്ട് അത് പാനിയാക്കി ഒന്ന് അരിച്ച് ഞാൻ വെച്ചതുണ്ട്. അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല ചൂടോടെയാണ് ശർക്കരപ്പാനി ഒഴിച്ചേക്കണേ കേട്ടോ. അപ്പൊ അതുകൊണ്ട് കൈ പൊള്ളുന്നുള്ളത് കൊണ്ടാണ് ഇത് ചെയ്തത്. ഇനി ഏകദേശം ഒന്ന് ചൂടൊക്കെ ഒന്ന് കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് ഇളക്കി ശരിയാക്കിയ ശേഷം മാത്രം സ്പൂൺ കൊണ്ട് ഇളക്കിയെടുത്താൽ മതി. ഈ ഒരു കട്ടിയിൽ ഞാൻ എടുത്തു വെച്ചാണ്. ഒരു 1/2 മണിക്കൂർ മതി കേട്ടോ. ഇതൊന്ന് റെസ്റ്റിന് വെച്ചാൽ മതി. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റിന് വെച്ച ശേഷമുള്ളതാണ് ഞാൻ കാണിച്ചത്. എന്നിട്ട് ഒന്നും കൂടി ഇത് ഇളക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് അപ്പം ഉണ്ടാക്കി എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓയിൽ ചൂടാക്കിയ ശേഷം ഇത് കോരി ഒഴിച്ച് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോ ഇത്തിരി കട്ടിയിൽ തന്നെ ആയിക്കോട്ടെ കേട്ടോ, എന്നാലാണ് അത് അത്യാവശ്യം നല്ല ലെവലിൽ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്, ഒരു 5-6 മണിക്കൂർ ഒന്നും വെച്ചിട്ട് ചെയ്യുന്നതല്ല. അപ്പോ അതിൻ്റെതായ ഒരു പെർഫെക്റ്റ്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു വേ കൂടെ തന്നെ പൊക്കോളൂ കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാമ്പഴ ഉണ്ണിയപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനിത് ഓരോന്നായിട്ട് കോരി ഇടുകയാണ് കേട്ടോ. മാമ്പഴം കൊണ്ട് പോലും ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കിയത് ഞാനൊരു വിരുന്നിന് പോയപ്പോഴാണ് കേട്ടോ. അവിടെ വെച്ചിട്ട് ഈ ഒരു ഉണ്ണിയപ്പം എനിക്ക് തോന്നുന്നു എന്തോ നോമ്പ് തുറക്കാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴായിട്ട് ഇങ്ങനെ ഒരു ഉണ്ണിയപ്പം കഴിക്കേണ്ടതുണ്ടായി. അങ്ങനെ റെസിപ്പി എഴുതി മേടിച്ച് പോരുക ചെയ്തത്. അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിരുന്നു കേട്ടോ. അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ ഇതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഉണ്ണിയപ്പത്തിന്റെ വീഡിയോ എടുത്തു നോക്കിയത് കേട്ടോ. അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് മാമ്പഴം കൊണ്ടുള്ള ആ ഒരു ഉണ്ണിയപ്പം. അതായത്
നല്ല ടേസ്റ്റ്. നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കും. അത്രയും ടേസ്റ്റി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഞാനൊരു അമ്മയായപ്പോഴാണ് എനിക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് മനസ്സിലായത് കേട്ടോ. അപ്പൊ ഞാൻ ഇത് എന്തുണ്ടാക്കുമ്പോഴും ഞാൻ എന്റെ മോന് കൊടുക്കണം എന്നുള്ള ലെവലിലാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം നല്ലപോലെ നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഐറ്റം കൂടിയാണ് മാമ്പഴം കൊണ്ട് ഉണ്ണിയപ്പം. അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോ തന്നെ എന്റെ മോന് ഒത്തിരി ഇഷ്ടമായി. അതുപോലെ എന്റെ വീട്ടിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊരു റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ ഇവിടെ കാണിച്ചത് കേട്ടോ. അപ്പൊ ഈ ഒരു ഉണ്ണിയപ്പത്തിന് തന്നെ ഞാൻ ഇപ്പൊ തൊടുമ്പോ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേണ്ട ഞെക്കുമ്പോ തന്നെ നല്ല പോലെ പഞ്ഞി പോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കി വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഷൂട്ട് ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നോക്കുമ്പോ പാത്രം കാലിയായി തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടായിരിക്കണം. അപ്പൊ മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തോളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കാൻ മറക്കല്ലേ.